സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിലൊന്നായ പത്തനംതിട്ട നഗരസഭയുടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. LDF ഭരണത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ് ഇത്രയും മെച്ചപ്പെട്ടത്. ഇനി പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ വിശേഷങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് തിരുവല്ലയിലെ കോൺഗ്രസ് ഭരിച്ച മുനിസിപ്പാലിറ്റിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങൾ ഒന്ന് കാണാം. മോനെ, ഈ സ്റ്റാൻഡിലെ ഏജൻറ്റാണ് ഞാൻ. ഇത് 6 വർഷം കൊണ്ട് ഈ മുടിഞ്ഞട ഇങ്ങനെ കിടക്കുക. തമാശ പറയല്ലേ, ഒരു സ്ത്രീകൾ വന്നാൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല. ഇതുപോലെ വഴി കാണിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഈ കേരളത്തിലില്ല. എന്തൊരു തെറിയാണ് ആളുകൾ പറയുന്നത് തിരുവല്ല നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ പറ്റി. എന്നാൽ പത്തനംതിട്ടയിലെത്തുമ്പോൾ അങ്ങനെയാണോ ആളുകളുടെ പ്രതികരണം? ഒന്ന് നോക്കാം. ചേട്ടാ, പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എങ്ങനെയാ? നിങ്ങൾ ബസ് ജീവനക്കാർക്കൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, ഒരു കുഴപ്പവും ഇല്ല. ബാത്റൂം 2 ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സംതൃപ്തിയാ? ഒരു കുഴപ്പമില്ല. എത്ര വർഷം വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട്? ഞാൻ ഓടിക്കുമല്ല, ഞാൻ കണ്ടക്ടറാണ്. 37 കൊല്ലമായി. ഈ 37 കൊല്ലമായി അല്ലേ? അപ്പം നേരത്തെ അങ്ങനെ ആയിരുന്നു പത്തനംതിട്ട? ഒരിക്കലും അല്ല, ഇപ്പോൾ വന്നതാ. ഇത് സൂപ്പറാ. ആൾക്കാർക്ക് പോകാനും വരാനും എല്ലാം നല്ല സൗകര്യമുണ്ട്. നമ്മൾ വേറെ പല സ്ഥലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി സ്പേഷ്യസ് ആൻഡ് ഹ്യൂജ്. അത്രയും ബസ്സസ് വന്ന് കിടക്കാനും പോകാനും വരാനും ആൾക്കാർക്ക് എളുപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. ഈവനിങ്ങിൽ ആൾക്കാർ അവിടെ വന്ന് ഇപ്പോൾ കുട്ടികളുമായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നു, എടുക്കുന്നു. സോ ഇറ്റ്സ് ഗെറ്റിംഗ് മോർ എൻഗേജിങ് ആൾക്കാർക്ക്. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നൈസ്. പത്തനംതിട്ടയിലെ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം തന്നെയാണ് ഹാപ്പിനെസ് പാർക്ക്. പത്തനംതിട്ട നഗരസഭയുടെ ഹാപ്പിനെസ് പാർക്ക് ഈ സന്ധ്യ നേരത്തൊക്കെ കുട്ടികൾക്കൊക്കെ വന്ന അവർക്ക് ഉല്ലസിക്കാൻ, അവർക്ക് കളിക്കാനും ചിരിക്കുവാനും ഒക്കെ പറ്റിയ ഒരിടം കൂടിയാണ്. ഹാപ്പിനെസ് പാർക്കിൽ എത്തിയേക്കാണോ? എങ്ങനെയുണ്ട് പാർക്ക്? അടിപൊളിയാണോ? സൂപ്പർ. ആഹാ, ആരാ കൂടെ വന്നേക്ക? ആരാ? അച്ഛനാണോ കൂടെ വന്നേക്കുന്നേ? കുഞ്ഞുങ്ങൾക്ക് ഹാപ്പി ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമല്ലോ. ഈ ഹാപ്പിനെസ് പാർക്ക് ഹാപ്പി തന്നെയാണ്? ഹാപ്പിയാണ്. മുമ്പ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഈ നഗരസഭയൊക്കെ? അല്ല, ഇപ്പം കുറച്ച് ഇതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പിന്നെ വരാനുള്ള ആഗ്രഹമുണ്ട് ഇതൊക്കെ കാണുമ്പോഴേ. പത്തനംതിട്ട നേരത്തെ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. കാരണം പത്തനംതിട്ട മാറുകയാണ് എല്ലാ അർത്ഥത്തിലും. ഇനി പത്തനംതിട്ടയുടെ ഈ മാറ്റത്തിന് ആരാണ് കാരണക്കാരനെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്തനംതിട്ടയ്ക്ക് അതിമനോഹരമായ സ്വകാര്യ ബസ് സ്റ്റാൻഡും അതിൻ്റെ സമീപത്തെ ഹാപ്പിനെസ് പാർക്കും എല്ലാം സമ്മാനിച്ചതാണ് എൻ്റെ ഒപ്പം നിൽക്കുന്ന ടി സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് ഭരണസമിതിയാണ്. CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് സക്കീർ ഹുസൈൻ. ചെയർമാൻ നിലവിലെ എങ്ങനെയാണ് നിങ്ങളുടെ ഭരണസമിതി അതിമനോഹരമായ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സമ്മാനിച്ച, പ്രത്യേകിച്ച് UDF ഭരണസമിതി ഇത് നടപ്പാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പദ്ധതി? ഇനി ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞുപേക്ഷിച്ചു പോയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. എല്ലാ സമയത്തും അശാസ്ത്രീയമായി മണ്ണിട്ട് ഉയർത്തിയതിൻ്റെ പേരിൽ അണ്ടുലേഷൻ ഉണ്ടാവുകയും താഴ്ന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നിലം എന്നുള്ള നിലയിലായിരുന്നു ഈ ബസ് സ്റ്റാൻഡ്. ട്രോളുകളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു ഇടം, അതിനെ മികച്ച സാമൂഹിക ഇടമാക്കി നഗരസഭാ ഭരണസമിതി മാറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. ബസ് സ്റ്റാൻഡ് എന്നത് കേവലം യാത്രക്കാർക്ക് ബസ് കയറുന്നതിനും അവിടെ നിന്ന് ഇറങ്ങുന്നതിനും ഒക്കെയുള്ള ഒരു ഇടമല്ല, മറിച്ച് ഏറ്റവും വലിയൊരു സാമൂഹിക ഇടമാക്കി മാറ്റണം എന്ന സങ്കല്പമാണ് തൊട്ടടുത്ത് തന്നെ ഹാപ്പിനെസ് പാർക്കിന് രൂപം നൽകിയത്. പ്രഭാത സായാഹ്ന നടത്തത്തിനായി 1/2 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന നടപ്പാത അതിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചു. ഇനിയിപ്പോൾ പത്തനംതിട്ടയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് എബ്രഹാം മണ്ണായിക്കിൻ്റെ പേരിൽ അവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടാവുകയാണ്. കഫറ്റേറിയ ഉണ്ട്. അതോടൊപ്പം തന്നെ ടേക്ക് എ ബ്രേക്കിൻ്റെ സമുച്ചയമുണ്ട്. തൊട്ടടുത്താണ് ടൗൺ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നൈറ്റ് ലൈഫ് എന്ന ഒരു ആധുനിക നഗരജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ചില സങ്കല്പങ്ങൾ കൂടി നാം അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്പെഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിലൂടെ മികച്ച ധന മാനേജ്മെൻറ്റിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിനെ ഇങ്ങനെ മനോഹരമാക്കി തീർക്കാനായിട്ട് കഴിഞ്ഞത്. അവിടെ ചെന്നപ്പം ആളുകളുടെ പ്രതികരണം അവരുടെ വലിയ സന്തോഷമാണ്. എന്തായാലും പത്തനംതിട്ട നഗരസഭയ്ക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടയ്ക്ക് ഇങ്ങനൊരു സ്ഥലം അല്ലെങ്കിൽ ഇടമൊരുക്കിയ ചെയർമാന് ഞങ്ങൾ പത്തനംതിട്ടക്കാർ നന്ദി പറയുകയാണ്. എന്തായാലും ഇപ്പം പുതിയ ഭരണസമിതിക്കായി അവരെ പുതിയ ആളുകളെ ഭരണസമിതിയിലേക്ക് എത്തിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലുമാണ് അങ്ങ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ക്യാമറമാൻ അമൽ സിദ്ധത്തോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.